സ്വകാര്യ ബസ് മേഖലയിലെ ആശങ്കകൾ പരിഹരിക്കാൻ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച പൂർണ്ണ തൃപ്തികരമല്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. 3 മാസം കൂടി കഴിഞ്ഞാൽ സ്വകാര്യ മേഖല പൂർണ്ണമായി ഇല്ലാതാകുമെന്നും ഉടമകൾ പറയുന്നു. സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പഠിക്കുന്നതിനായി കെ പത്മകുമാർ അധ്യക്ഷനായ കമ്മിറ്റിയെ രൂപീകരിച്ചുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. സംസ്ഥാന സർക്കാർ KSRTC ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിനു ശേഷമുണ്ടായ സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനായി ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂർണ്ണ തൃപ്തികരമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കി. പ്രതിസന്ധി കാരണം ഡീസൽ അടിക്കുവാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നും സ്വകാര്യ ബസ്സുകൾ വെന്റിലേറ്ററിലാണെന്നും ഉടമകൾ വ്യക്തമാക്കി. ഇപ്പോൾ തന്നെ 30% ബസ്സുകൾ വെന്റിലേറ്ററിലാണ്. അതാണ് ഇപ്പോൾ സ്ഥിതി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇപ്പം നിലവിലുള്ളതിൽ പകുതിയിലധികം ഓടാൻ കഴിയാതെ, ഡീസൽ അടിക്കാൻ കഴിയാതെയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെയും അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ കഴിയാതെ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട്. ഇപ്പം തന്നെ പല ബസ്സുകളും പകുതി ട്രിപ്പുകളെ ഓടുന്നുള്ളൂ. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടു എന്നല്ലാതെ അതിൻ്റെ ഒരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. ഇനിയൊരു 3 മാസം കൂടി നിൽക്കേണ്ടി വന്നാൽ ഈ സംസ്ഥാനത്ത് ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതേസമയം ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളെ അനുഭാവപൂർണ്ണമാണ് സർക്കാർ കാണുന്നതെന്നും സ്വകാര്യ ഉടമകൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ പഠിക്കുന്നതിനായി കെ പത്മകുമാറിനെ അധ്യക്ഷനായ 5-അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചുവെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെന്റ് പബ്ലിക് പോളിസിയാണത്. ആ പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി പത്മകുമാർ IAS മുൻ DGP ചെയർമാനും ഡോക്ടർ ശ്രീദേവി, അതായത് നാറ്റ്പാക്കിൻ്റെ പഴയ ഡയറക്ടർ വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു കമ്മിറ്റി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ 6 ആഴ്ച നീണ്ട പഠനത്തിന് ശേഷമാകും കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ സമയപരിധി അംഗീകരിക്കാനാകില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ അറിയിക്കുന്നത്. വൈകാതെ തന്നെ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. 2 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയാണ് ഫലം കാണാതെ അവസാനിച്ചത്. ജനം, തിരുവനന്തപുരം.